കിട്ടൂല. ഹോംലി വ്ളോഗിൽ ഇന്ന് നമ്മളൊരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ പേര് രശ്മി എന്നാണ്. ഇന്ന് ആദ്യം അച്ചൂസിനും ക്ലാസ് ഉള്ള ദിവസമാണ്. ഓൾക്ക് രണ്ടാൾക്കും ചപ്പാത്തിയും പൂരും ഒക്കെ ആണെങ്കിൽ കറി വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചുടുക്കനെ കഴിക്കും കേട്ടോ. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു കറി ആക്കണം എന്ന് ഓർത്തയാണ്. രമേശേട്ടൻ എന്തായാലും കറി വേണമല്ലോ. കറി ഉണ്ടെങ്കിൽ അത് കൂട്ടുകയും ചെയ്യും അവൻ. അപ്പോൾ ഞാനത് ഓർത്തയാണ്. പക്ഷെ നേരം കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ പൂരി മാത്രം കഴിച്ചിട്ട് പൊക്കളാമേ, കറി വേണേ അച്ചയ്ക്ക് മാത്രം ആക്കിക്കോ, ഞാൻ അച്ച വെറും പൂരി കഴിക്കെങ്കിൽ ഇന്നത്തെ കറി അങ്ങനെ സ്കിപ്പ് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ കറി ആക്കി, ഒരു ഉള്ളിയും കിഴങ്ങും കൂടെ വെറുതെ കുക്കിച്ച് ജസ്റ്റ് കറിയാക്കി. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ അതിലേക്ക് പാൻ കാർഡിൻ്റെ നമ്പറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് തെരഞ്ഞ് ഞാൻ അങ്ങോട്ട് വശം കേട്ടു കേട്ടോ. മേശ വലിപ്പിലുള്ള എല്ലാ കടലാസുകളും പുറത്തേക്ക് ഇട്ടിട്ട് മൊത്തം അടുക്കി പെറുക്കി വെച്ചു. എന്നിട്ട് അതിന് കിട്ടിയില്ല. ബെഡ് പൊക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ വീട്ടിലിരിക്കുന്നു കട്ടിലുമേ. അതുകൊണ്ട് നമ്മളെ ശങ്കരാന്തി പണി കൂട്ട് അതിൻ്റെ ഉള്ളൊക്കെ അങ്ങോട്ട് വൃത്തിയും മെനയൊക്കെ ആയി കിട്ടി. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ആധാർ കാർഡുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാണ്. നമ്മുടെ അച്ചൂസിൻ്റെ ഒക്കെ കുഞ്ഞിതാകുമ്പോഴത്തെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടപ്പോഴേ ഞാൻ അരഹരപ്പെട്ടു. ഇത്ര പെട്ടെന്ന് ഉണ്ണികളൊക്കെ വലുതാവണല്ലേ അങ്ങനെ. അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞെ ആധാർ കാർഡും കളഞ്ഞില്ല. അവൻ്റെ ഫോട്ടോ ഉള്ളതും ആദ്യം ഫോട്ടോയിൽ ഒന്നും കളയാൻ തോന്നൂല. ഇനിയിപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ തപ്പിയ പകുതി ഞാൻ വീണ്ടും എടുത്തു വയ്ക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല. എല്ലാം കൂടെ കൂട്ടിക്കെട്ടി അപ്പുറത്ത് കൊണ്ടുപോട്ടു കേട്ടോ. ഉച്ചാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം, അതിൻ്റെ ഒരു നട്ടോട്ടത്തിലാണ്. കിട്ടൂല. ഉള്ള തൊടിയിൽ എന്തേലൊക്കെ കുത്തിണ്ടാക്കി എന്തൊരു സുഖല്ലേ. ഈ കോഴിക്കവള്ളി ഉണ്ടല്ലോ, എന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ കൊണ്ടുവന്നെയാണ് കേട്ടോ. എന്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ നമ്മളെ ഒരു എഴുത്തിയമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു തന്നെയാണ്, എഴുത്തിയമ്മ തന്നെയാണ് ഒരു കുഞ്ഞ കഷ്ണം അത് കുത്തിയിട്ട് എന്തുമാത്രം കോഴിക്കെതിരുണ്ടായി അറിയോ. ഇനി വെറുതെ അവിടെ മണ്ണ് മാന്തി വെച്ചുള്ള ഒരു മണ്ണോ വളം ഒന്നും പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കില്ല. ഇതിന് പറയുന്നു വെള്ളം പോലും നല്ല പോലും ഒഴിച്ചു കൊടുക്കില്ല. അത് അതിന്റെ പാട്ടിന് അങ്ങനെ ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല ഫ്രഷ് കോഴക്ക കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തൊടിയിലും നമ്മുടെ ടെറസും പുറത്തൊക്കെ ഉണ്ടാക്കിയ എന്ത് സുഖ. പകുതി മുക്കാ സാധനങ്ങളും നമുക്ക് ഫ്രഷ് ആയി തന്നെ കിട്ടൂലോ. നമ്മൾ മെനക്കെട്ട നമുക്ക് അങ്ങനെയൊക്കെ ആക്കാല്ലേ. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ഇന്ന് എന്തായാലും കോഴക്കുപ്പേരി അതുപോലെ ഫ്ലവർ ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടി പൊരിച്ച് വറുത്തെടുക്കാച്ചു. കറി കുറച്ച് തടുപ്പനാ. ഒരു വെല്ലുള്ളിയും ഒരു കിഴങ്ങും അതുപോലെ ഒരു വലിയ തക്കാളിയും പച്ചമുളകും നുറുക്കിയിട്ടിട്ട് അതിലോട്ട് ഒരു കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് കുക്കിക്കുക, കടുക് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. പരിപ്പ് പോലും ഇല്ല കേട്ടോ. വട്ടത്തിലോ വേണ്ട നീളത്തിലോ വേണ്ട അങ്ങനെ മസാല ഇതാക്കുന്നല്ലേ വറക്ക വേണ്ട ഫ്ലവർ ഉണ്ട് വറക്കാൻ. ഇത് ഉപ്പേരി വെച്ചാ പോരെ. ഇപ്പൊ ഓപ്പ എന്താ ചോദിച്ചാലേ കോഴിക്ക വറക്കാൻ പറ്റുമെന്നാണ്. ഞാൻ ഇടയ്ക്ക് ഇത് മീൻ വറക്കണ ഉമാരിയോട് വറുത്തെടുക്കും. ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ മെല്ലിച്ചിട്ട് നുറുക്കുക. എന്നിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും പിന്നെ നമ്മൾ ചിക്കനൊക്കെ വറക്കുമ്പോൾ എന്തൊക്കെ കൂട്ടും അതൊക്കെ ഇടാം കേട്ടോ. ചിക്കൻ മസാല അതുപോലെ കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് നാരങ്ങയുടെ ലേശൊക്കെ ആക്കി അങ്ങനെ കോൺഫ്ലവർ പൊടിയോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഇടാം. എന്നിട്ട് നല്ലോണം പെരച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിപ്പൊടി ഉണ്ടാവില്ലേ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെ നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങോട്ട് വറുത്ത് കോരി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്വാദ്, നല്ല മുരിമുരിപ്പും ഉണ്ടാവും, നല്ല സ്വാദും ഉണ്ടാവും. കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും. കോഴിക്ക് വറക്കാൻ പറഞ്ഞ റെസിപ്പി ഉണ്ടല്ലോ, അതേ റെസിപ്പി തന്നെ ഫ്ലവറിലും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഇന്നിപ്പോ അത് പെനച്ച് ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെക്കാൻ നേരമില്ല. കാരണം ഏകദേശം നട്ടുച്ചാമ്പാണ് നമ്മൾ ഈ വെച്ചുണ്ടാക്കാൻ പരിപാടിയിലേക്ക് കടന്നത്. അപ്പൊ മസാലയൊക്കെ പെനയ്ക്കുക, അപ്പയ്ക്കപ്പേ വറുത്തെടുക്കുക. ഓരോടെ വറക്കണുള്ളൂ, ഓരോടെ വറക്കാനുള്ളത് ഉച്ചരിങ്ങിട്ടാക്കുക. അപ്പൊ അതിൽ നല്ല മസാല പിടിച്ചോളും. അപ്പൊ ഞാൻ കറിക്കൊക്കെ ഉള്ള എല്ലാത്തേക്കും ഉള്ള പൊടികളും സംഭവങ്ങളൊക്കെ ഇട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം കടന്നുകൊണ്ട് കാണാൻ തന്നെ ഭംഗിയുള്ള ഒരു നിറമായിട്ടുണ്ട് കേട്ടാ. ഇങ്ങടൊക്കെ അവിടെ എല്ലാ മാസവും ഗ്യാസ് സിലിണ്ടർ നിറച്ചിട്ടുണ്ടോ? നമ്മളവിടെ 45 ദിവസം കൂടാണ്ട് 45 ദിവസമെങ്കിലും ആവണം എന്നാ മാത്രമാണ് ഗ്യാസ് കുറ്റി നിറച്ചിട്ടുള്ളൂ. നല്ല കംഫർട്ടല്ലേ. ഞാനിങ്ങനെ ഓർക്കും, ഇപ്പൊ കറണ്ട് അടുപ്പ് ഉണ്ടാവുകൊണ്ട് തട്ടിമുട്ടി ഇങ്ങനെ പോണുണ്ട്. ഇതില്ലാത്ത സമയത്ത് ഇങ്ങനെ നല്ല കുടുങ്ങിയിരുന്നു. അതുപോലെ അടുപ്പുണ്ടെങ്കിലും സുഖമാണ്. ഇപ്പൊ അടുപ്പും കത്തിക്കാൻ പാകല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യാലേ. ഫ്ലാറ്റ് ലൈഫ് ഒക്കെ ഉള്ളവരെ അവർക്ക് വേറെ കുക്കിങ്ങിനും കാര്യങ്ങൾക്കും ഈ ഗ്യാസ് സിലിണ്ടറോ കറണ്ട് അടുപ്പ് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ഒരു മാസം കഴിഞ്ഞ്, ഒരു മാസമല്ല 45 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിറച്ച് കിട്ടുമ്പോ അത്രയും നാളെ എങ്ങനെ ഇതൊക്കെ വെച്ച് ഒപ്പിക്കുന്നാവോ.
എല്ലാവർക്കും ഇപ്പോ ഈ പറഞ്ഞും കൂട്ട് വീട്ടിൽ ആളില്ലാതെ ഉണ്ടാവില്ലല്ലോ, ആളുള്ളവരും ഉണ്ടാവൂലോ. എന്നാ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും തമ്പുരാൻ അറിയാലേ. നമ്മളെന്തായാലും ഈ ഒരു മാസം നല്ല പിടിച്ച് ചെലവാക്കിയത് കൊണ്ട് കറണ്ട് അടുപ്പിനെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് കറണ്ട് ബില്ല് കൂടിയാലും ശരി നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഏകദേശം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് അങ്ങനെ നിൽക്കില്ല. വെറും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു മാസം ചില്ലറ ദിവസമൊക്കെ ഉള്ളൂ ഒരു സിലിണ്ടർ നിൽക്കല്. അപ്പോഴത്തേക്ക് മാറ്റി വെക്കണം. ആ ഒരു പ്രശ്നത്തിനൊക്കെ ഈ കറണ്ട് അടുപ്പാണ് എന്നെ സഹായിച്ചെന്നാണ് പറഞ്ഞു വരുന്നത്. ഏകദേശം എല്ലാ പാത്രവും കറണ്ട് അടുപ്പ് വെക്കാൻ പറ്റും. കുക്കറിന്റെ ഒക്കെ താഴെ സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് മാതിരി ഒരു സാധനം ഫിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നല്ല സുഖമാണ്. ഞാൻ എൻ്റെ കറണ്ട് അടുപ്പിന് നന്ദി പറയുകയാണ് കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ ചൂടായപ്പോ ഞാൻ ഫ്ലവർ മസാലയൊക്കെ പുരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മളുടെ ഈ ഒരു ചാനൽ പുതുതാണ്, നമ്മുടെ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ നമ്മൾ സബ് ചെയ്ത് കൂടെ കൂട്ടിയ എല്ലാവരുടെ അടുത്തും ഞാൻ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാണ് കേട്ടോ. പറ്റണമാതിരി അതിൻ്റെ അപ്പുറം വീഡിയോസ് എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ നല്ല ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരാം. ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇന്നതെല്ലാം വെച്ചുണ്ടാക്കിയതും കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.